കഷ്ടാണ്. എന്തൊരു വിധിയാണ്. എന്ത് കാണാം എന്ത് കാണാൻ എനിക്ക് പറയുന്നത്. എനിക്ക് വീട്ട് 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 വീട്ട്. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ പറയാൻ വന്നത് പരിഗണന തരണം തരഞ്ഞാലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കാര്യം പറയണ്ടേ, ഈ 58-കാരനോ 60-കാരനോ കെട്ടിക്കോ, പക്ഷെ ആ മാരേജിന് എന്നെ വിളിച്ചു പോയത് ഞാൻ തരൂല. അതാണ് ഇതൊക്കെ അറിയേണ്ടത്. ചേച്ചിയുടെയും ചേച്ചിയുടെ ഭർത്താവിന്റെ പ്രതികരണം എന്താണ്, 58-കാരനെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്, ചേച്ചിയുടെ ഞാൻ ഇങ്ങനെ വരെ അപ്പൊ എന്നോട് ചോദിച്ചു ഈ 58-കാരൻ എനിക്ക്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ, സത്യം പറഞ്ഞ് ചിരിയാ വരുന്നത്. ഇവരുടെ ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴേ ഇവരെന്ത് കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിലും ആദ്യം വിചാരിച്ചു അഞ്ജിതയ്ക്ക് മാത്രമാണ് പ്രാന്ത്. ഇപ്പൊ ചേച്ചിക്കും പ്രാന്ത് ഇളകിയിരിക്കുക. ഇപ്പോൾ ചേച്ചി നേരത്തെയൊക്കെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് നല്ല നല്ല രീതിയിൽ എന്താണ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ചേച്ചി അനിയത്തേക്കാളും അപ്പുറമായിരിക്കണം ചേച്ചി. ഇതൊക്കെ എങ്ങോട്ടാ പോകണമെന്ന് അറിയുന്നില്ല. വല്ലാത്തൊരു സ്വഭാവം തന്നെ ഇതിൻ്റെയൊക്കെ. അതെ, ഫസ്റ്റ് വിചാരിച്ചത് അനിയത്തിക്ക് മാത്രമാണ് പ്രാന്ത് എന്നാണ്. ഇപ്പോൾ ചേച്ചിക്കും ആ പ്രാന്ത് കിട്ടിയിരിക്കുകയാണ്. എന്ത് കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് ഇതിന് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണാനും ആളുകളുണ്ടല്ലോ. നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയാൻ ആളുകളുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ളവരെയും സപ്പോർട്ട് ചെയ്യാനും ആളുകളുള്ളത് കൊണ്ടാണല്ലോ അവർ ഇത്ര റീച്ചിൽ നിൽക്കുന്നത്. എന്നാലും ഇവരുടെ എന്ത് കണ്ടിട്ടാണ് ഇവരെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ എന്തോ 58-കാരനെ കല്യാണം കഴിക്കുന്നതിനെ ചൊല്ലി എന്തൊക്കെയൊക്കെയോ കമൻ്റ് ഇട്ടതിന് എന്തൊക്കെയൊക്കെയോ പ്രതികരിക്കുകയാണ്. അപ്പോൾ അവർ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. കമന്റ് ഇട്ട പകരം ഉറപ്പായിട്ടും ഈ പാമ്പ് കളിയുള്ള അല്ലെങ്കിൽ ടോർച്ചുള്ള ഫോൺ ഉപയോഗിക്കുന്നവന്, ഈ പലക ഫോൺ ഉപയോഗിക്കുന്ന ചെങ്ങായാണെങ്കിൽ ഒരിക്കലും കമന്റ് ഇടില്ല. പലക മൊബൈലുള്ള ഒരുത്തൻ അതിന്റെ കല്യാണം ആലോചിച്ച് വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്താ പറയുക, ഇത് കണ്ട അഭിനയമാണെന്ന് പറയേല. ഓസ്കാർ അവാർഡ് കൊടുക്കണം. അത് ശരിയാണ്. എന്താണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പേരും നിലയുള്ളൊരു യൂട്യൂബറാണ് കേട്ടോ. ആരുടെ അടുത്തും ഒന്നും ഇതാവാത്ത, എല്ലാവർക്കും ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര നിലയും വിലയുള്ള ഒരു ഇതും രീതിയിലും വീഡിയോസുകളൊന്നും ചെയ്യാത്ത ഭയങ്കരതായിട്ടുള്ള ആൾക്കാരാണ്. എന്താ പറയുക, അങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇട്ട് സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ 58-കാരന് എന്താണ് കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും താങ്ങാൻ പറ്റില്ല. അവർ ഭയങ്കര മാനും മര്യാദയൊക്കെ ആയിട്ട് ഭയങ്കരതായിട്ട് ചെയ്യുന്ന ആൾക്കാർ, വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുമ്പോൾ അവരത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ 58-കാരൻ തന്നെയാണ് കല്യാണാലോചനയായിട്ട് വരുള്ളൂ, ചെറുപ്പക്കാരൊന്നും വരില്ല. 24 വയസ്സെന്ന് പറയാൻ തുടങ്ങിയിട്ട് 24 എന്താ പറയുക, 28 കൊല്ലമോ 24 വയസ്സെന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്താ പറയുക, ഇതിനൊക്കെ ഇങ്ങനെയും ഇത് കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. അഞ്ജിത നായർ എന്ന് പറഞ്ഞാൽ പറയാൻ വയ്യ. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് അത്ഭുതം. അല്ലാത്ത ആൾക്കാർ തന്നെ ഇതിനൊക്കെ എന്താ പറയുക, കണ്ടിട്ട് ചിരിക്കേ വേണ്ടത്. തലതല്ലിച്ചിരിക്കാനാണ് തോന്നുന്നത്. അമ്മാതിരി കാട്ടിക്കൂട്ടലാണ് ചേട്ടത്തി അനിയത്തിയും കൂടെ ചെയ്യുന്നത്. ചേട്ടത്തി കുറച്ച് നോർമലാണെന്നാണ് വിചാരിച്ചത്. അതുക്കും മേലെ എന്താ പറയുക, വെള്ളക്കാട്ടെ അപ്പുറോട് ചേച്ചി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. നമ്മൾ റിയാക്ഷൻ പറഞ്ഞിട്ട് ചിരിക്കാൻ പാടില്ല, പക്ഷെ ചിരി അടക്കാതെ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. അമ്മാതിരി കാട്ടിക്കൂട്ടലാണ് ചേച്ചി അനിയത്തിയും കൂടെ കാണിക്കുന്നത്. ഇതിലൊന്നും തീരുന്നില്ല. ഇത്രയും എന്താണ് സുന്ദരിയായ മൊഞ്ചത്തിയോട് അവർ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഒന്നും ചോദിക്കാൻ പാടില്ല. അത്രയ്ക്ക് മാത്രം അന്തസ്സോടുകൂടി എന്താണ് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോ കൂടെ ഉണ്ട് അവരുടെ അഭിനയം. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. ആറിൽ നിന്ന് വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട് ഗൈസ്. എന്താ അറിയോ, നിങ്ങളുടെ ഓരോ മോശമായിട്ടുള്ള കമന്റ്സ് കാരണം എനിക്ക്
സഹിക്കാവുന്നതിനപ്പുറമാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. എനിക്ക് അമ്മ അകത്തുണ്ട്, അമ്മയുടെ മുന്നേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ബാഡ് ആയിട്ടുള്ള കമന്റ്സ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നോട് എൻ്റെ അച്ഛൻ ചോദിച്ചു, ബിജു ഏട്ടൻ എല്ലാവരും എന്നോട് ചോദിച്ചു, എന്തിനു നീ ഇങ്ങനെ കേട്ട് നിൽക്കേണ്ട ആവശ്യം, നിനക്ക് പ്രതികരിച്ചൂടെ? ഞാൻ എന്ത് പ്രതികരിക്കാനാ കേസ്? എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, എൻ്റെ അമ്മ അകത്തുണ്ട്. അപ്പൊ അമ്മ കേട്ടെങ്കിൽ അമ്മയ്ക്ക് നല്ല വിഷമവും, പാവല്ലേ. അപ്പൊ അവരെ വിഷമപ്പെടുത്തി ശരിയില്ല. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് വരുന്ന കമന്റ്സ് എനിക്ക് അറിയാം. അതെ ശരിയാണ്. അമ്മയ്ക്കും അച്ഛനും ഭയങ്കര വിഷമം തോന്നും. എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളൊന്നും അച്ഛനമ്മയും കണ്ടിട്ടേ ഇല്ലല്ലോ. ഇവർ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഇവർ വീഡിയോസുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ കമൻറ്റ് കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര വിഷമവും. അത്രയ്ക്ക് മാനും മര്യാദയോട് കൂടിയിട്ടാണ് ആ മക്കളെ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമവും ഇങ്ങനെയുള്ള കമൻസുകളൊക്കെ കാണുമ്പോൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കമൻസ് ഒന്നും ആരും ഇട്ടിട്ട് ആ പഞ്ചപാവങ്ങളെ ഉപദ്രവിക്കരുത് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നവരോട് അതാ പറയാനുള്ളത്. അല്ലാതെ അവർ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും കമൻറ്റ് ഇട്ടിട്ട് അച്ഛനെ അമ്മയും വിഷമിപ്പിക്കല്ലേ. ആ മോള് കണ്ട് എത്ര മാത്രം വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് എന്താ ഇതിനൊക്കെ പറയുക. അവരുടെ ഡ്രസ്സിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ഡ്രസ്സ് ഇട്ടിട്ട് അച്ഛനും അമ്മയും ഇതിന് അനുവാദം കൊടുക്കുന്നല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം ബോഡി ഇതൊക്കെ ഉള്ള ഒരു വെയിറ്റൊക്കെ ഉള്ള ഒരു പെൺകുട്ടി, ഞാൻ ബോഡി ഷെയ്മിങ് ഒന്നും ചെയ്യില്ല. അപ്പോൾ അതിന് എത്രമാത്രം ടൈറ്റ് ചെയ്തിട്ട് ഡ്രസ്സിങ് ഇടാന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് അഞ്ജിത നായർ എന്ന് പറയുന്ന വ്യക്തി. അത്രയ്ക്ക് മാത്രം വൾഗറായിട്ടുള്ള ഡ്രസ്സാണ് പുള്ളിക്കാരി ഇടുന്നത്. ഇതിനൊക്കെ എന്താ പറയുന്നത്? ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ, ഇങ്ങനെയുള്ള കമൻറ്റ് കണ്ട് ആ ഒരു കമൻറ്റ് കണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ തന്നെ പറയും, എങ്ങനെയാണോ ഒരാളുടെ അടുത്ത് കാണിച്ചു കൂട്ടേണ്ടത്? ഇത് ഒരുമാതിരി എന്താ പറയുക, പ്രാന്ത് പിടിച്ചവർ പോലും ഇങ്ങനെ കാണിക്കില്ല. അമ്മാതിരി കാട്ടിക്കൂട്ടലാണ് ചേട്ടത്തിയും അനിയത്തിയും കൂടെ ചെയ്യുന്നത്. ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇതിനൊക്കെ എനിക്ക് എൻ്റെ വായിൽ ഭയങ്കര ഇതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അത്രയ്ക്ക് മാത്രം ദേഷ്യമാണ് ഇവരുടെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വരുന്നത്. പക്ഷേ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ചെയ്യുമ്പോഴും അയ്യോ നല്ല ഭംഗിയാണ്, അതാണ് പറഞ്ഞിട്ട് കമൻറ്റും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേരാണ് ഇങ്ങനെയുള്ള ഇതായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നത്. അത് അവർക്ക് ഭയങ്കര വേദനയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്യാൻ നിൽക്കുന്നത്? എന്തിനാണ് അങ്ങനെയുള്ള മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് സ്വയം വില കളയണമെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ പ്രതികരിക്കാമല്ലോ. ഇങ്ങനെ ചേട്ടത്തെ അനിയത്തി കൂടി ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഇമാതിരി പൊറാട്ട നാടകം കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇത് കുറച്ച് കൂടിപ്പോയി അഞ്ജിത. എന്ത് തന്നെയാണെങ്കിലും പിന്നെ കുറേ ഇങ്ങനെയുള്ള ടൈറ്റ് ഡ്രസ്സിങ് ഒക്കെ ചെയ്യും. അതിൽ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കുക. അപ്പോൾ പിന്നെ ആരും അതിൽ കമൻറ്റ് ഇടില്ലല്ലോ. കമൻറ്റ് ഇടുന്നവരെ ചോദിച്ചു, ഏതെങ്കിലും ഷോർട്സ് കമൻറ്റ് ഓൺ ആണെങ്കിൽ അതിൽ പോയിട്ട് ഇന്ന് കണ്ട വീഡിയോൻ്റെ ഒരു 10 ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പോയിട്ട് ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ഇടുന്നവരോടാ കളി. അപ്പോൾ നിങ്ങൾ എന്ത് കളി കളിച്ചാലും നിങ്ങൾക്ക് ഇതായിട്ടുള്ള ആളുകൾ എന്തായാലും അത് പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഇത്രയ്ക്ക് മാത്രം പൊട്ടിത്തെറിച്ച് ഇത്രയ്ക്ക് മാത്രം പ്രാന്തായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് തന്നെയാണെങ്കിലും സമ്മതിച്ച് ഞാൻ അഞ്ജിതയുടെ തൊലിക്കട്ടി, അപാര തൊലിക്കട്ടി തന്നെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.